ബ്ലോക്ക് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതിൽ ടോട്ടൽ നമുക്ക് 2 ചാപ്റ്ററാണുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ജനറൽ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളാണ് ചർച്ച ഉണ്ടായിരുന്നത്. ഇതിൽ നമുക്ക് സേവിങ്സും അതുപോലെ തന്നെ നമ്മുടെ ക്യാഷിന്റെ ഈ സേവ് ചെയ്ത ക്യാഷ് എങ്ങനെ അത് വീണ്ടും നമുക്ക് പ്രോഫിറ്റ് തരുന്ന രൂപത്തിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻസും ലോകത്തിൽ വേറെ എന്തൊക്കെ സ്ട്രാറ്റജികൾ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഫൈനാൻഷ്യൽ ലിറ്ററസിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് വെൽത്ത് ക്രിയേഷൻ. നമ്മുടെ സമ്പത്തിന് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കി തരുന്ന ഒരു അവസ്ഥകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക, അതെങ്ങനെ സെക്യൂർ ആയിട്ട് ചെയ്യാന്നുള്ളത്. നമ്മളെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിന്റെ ചാപ്റ്റർ യൂണിറ്റ് 11 അതിന്റെ ഒരു ബ്രീഫാണ് ഉണ്ടാവുക ഡിസ്കഷനിൽ. ഒരു മിനിറ്റ് ട്ടാ. അതിന് തന്നെ നമ്മുടെ ക്യാഷിന്റെ ഒരു അടിത്തറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് എന്നുള്ളതാണ്. സേവിങ്സിന് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ടേം ഡിസ്പോസിബിൾ ഇൻകം. നമ്മുടെ ഇൻകം സാധാരണ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് പോകാറുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ടോട്ടൽ ഇൻകം നമ്മുടെ എക്സ്പെൻഡിച്ചർ കുറച്ച് കഴിഞ്ഞാൽ, ചെലവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന ഇൻകം, ഡിസ്പോസ് ചെയ്യാൻ പറ്റിയ ഇൻകത്തിനാണ് സേവിങ്സ് എന്ന് പറയാം. ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ സംഗതികൾക്കും ഉള്ളൂട്ടാ. നമുക്ക് വരുന്ന ടാക്സ്, ഫീസ്, ഫൈന്, നമ്മുടെ വേറെ എന്തൊക്കെ നിത്യോപയോഗ സാധനങ്ങൾ, മെഡിക്കൽ നീഡ്സ്, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ എമർജൻസീസ് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ക്യാഷ് ചെലവാക്കണം, ഇതെല്ലാം എക്സ്പെൻഡിച്ചറിൽ ഉൾക്കൊള്ളും. ഇതെല്ലാം മൈനസ് ചെയ്ത് നമുക്ക് എത്ര ക്യാഷ് ബാക്കി വരുന്നു, ഇതിനാണ് സേവിങ്സ് എന്ന് പറയാം. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ സേവിങ്ങിനെ ബാധിക്കുന്നു? നമുക്ക് കിട്ടുന്ന ഇൻകം, നമുക്ക് എത്രമാത്രം ക്യാഷ് കിട്ടണം, മെയിനായിട്ട് ബാധിക്കും. നമ്മൾ വലിയൊരു പ്രൊഫഷണൽ സാലറിഡ് ആണെങ്കിൽ അത്ര ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് പ്രൊഫഷണൽസ് ആണെങ്കിൽ എമൗണ്ട്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻകം, അതുപോലെ തന്നെ നമ്മുടെ ഏജ്, നമ്മൾ എത്രമാത്രം വയസ്സായിട്ടുണ്ടാകും, കാരണം ഓരോ വർഷം സേവിങ്സ് കൂടുതലോ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ്, അല്ലെങ്കിൽ എവിടെയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ്, പലിശ. പിന്നെ ഇൻഫ്ലേഷൻ, വിലക്കയറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ബോണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂല്യം കൂടുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് ക്യാഷ് കൂടിക്കൊണ്ടിരിക്കും. അവയർനെസ്, നമുക്ക് ഇതിൽ എത്രമാത്രം ബോധമുണ്ട്, നമുക്ക് ഇതിൽ എത്രമാത്രം അറിവുണ്ട്, അതനുസരിച്ച് നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ അതെല്ലാം അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ വേറെ എന്തൊക്കെ സ്കീം, ഓരോ ഡെഫിനറ്റ് കാറ്റഗറിക്ക് ചില സ്കീമുകൾ അവൈലബിൾ ആയിരിക്കും, നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. ഇപ്പോൾ ഇത്ര ഏജ് കാറ്റഗറിയിൽ, അതുപോലെ തന്നെ ഓരോ കേസ്റ്റിന്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ ലെവൽ ഓഫ് എക്സ്പെൻഡിച്ചർ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എത്ര ഇൻകം കിട്ടുന്നു, അത് ഇൻകം നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ നമുക്ക് സേവിങ്സ് ആയിട്ട് പ്രത്യേകിച്ച് ബാക്കിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ എക്സ്പെൻഡിച്ചർ എത്ര വരുന്നു, ഇതെല്ലാം കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരാളുടെ സേവിങ്സ് ബാക്കിയാവുക. അപ്പൊ ടോട്ടലായിട്ട് സേവിങ്സിനെ ബാധിക്കണ ഒരു 7 ഫാക്ടേഴ്സ് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും സാധാരണ ജനങ്ങൾ ഒരു പര്യായമായിട്ട് യൂസ് ചെയ്യലുണ്ട്. ശരിക്കും സിനോണിയംസ് അല്ല സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും. സേവിങ്സ് പറഞ്ഞാൽ മിച്ചം ക്യാഷ്, എന്താണ് ആ സേവിങ് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിനാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. രണ്ട് ഫോട്ടോ കാണിച്ചിടും. അതായത് സേവിങ്സിൽ പ്രത്യേകിച്ച് ക്യാഷ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക, നമ്മളിപ്പോൾ നമ്മുടെ ബാങ്ക് ലോക്കറിലോ അല്ലെങ്കിൽ വീട്ടിലെവിടെയൊക്കെ ബാക്കി തന്നെ മിച്ചം ക്യാഷ് ഇതാക്കി വെക്കുക. ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ആ ക്യാഷ് കൊണ്ട് വീണ്ടും സമ്പത്ത് ഉണ്ടാക്കാനാണ് നമ്മൾ ആ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തതിന് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. ഇതിൽ സേവിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻകം, നമ്മുടെ എക്സ്പെൻസ്, ഇൻകത്തിന് എക്സ്പെൻസ് കുറച്ചിട്ട് കിട്ടുന്ന ആ വാല്യൂ, ആ എമൗണ്ടിനാണ് സേവിങ്സ് എന്ന് പറയാം. പിന്നെ ഇത് ഇതിൽ ക്യാഷ് ആയതുകൊണ്ട് ഇതിന്റെ ഇൻഫ്ലേഷൻ മൂലം ഇതിന്റെ മൂല്യം നഷ്ടപ്പെടും, വിലക്കയറ്റം മൂലം. പണ്ടൊരാൾക്ക് സാലറിഡ് ആയ ഒരാള് അന്നത്തെ ഒരു 100 രൂപ ചിലപ്പോൾ ഒരു ദിവസം സാലറി ഉണ്ടാവുക, ഒരു ദിവസം കൂലി ഉണ്ടാവുക. അപ്പൊ ആ ക്യാഷ് അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അതേസമയം അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയോ, അന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ ഓരോ ഷെയറിന് അത്ര ക്യാഷ് ഒന്നും ഉണ്ടാവില്ല, എവിടെയെങ്കിലും സ്ഥലം വാങ്ങിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ വാല്യൂ ഇതിന് ലഭിക്കും. അപ്പോൾ സ്ഥാനങ്ങളെ വില കയറ്റത്തിനനുസരിച്ച്, മൂല്യം കൂടുന്നതനുസരിച്ച് നമ്മൾ സേവ് ചെയ്ത ക്യാഷിന്റെ മൂല്യം കുറയും. അതുപോലെ തന്നെ ഇതിന് വേറെ സൗകര്യം എന്താ വെച്ചാൽ റിസ്ക് കുറവാണ്. ഇപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും സാധനം വാങ്ങിയതിനു ശേഷം അതിന്റെ വില ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കും. അതുപോലെ ഹൈ ലിക്വിഡിറ്റി, നമുക്ക് ഈ ക്യാഷ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ മറ്റേത് അങ്ങനെ ആവണമെന്നില്ല. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ
നമുക്ക് പ്രത്യേക എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ക്യാഷ് പെട്ടെന്ന് തിരിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലാക്കാൻ പറ്റിക്കോളെന്ന് വരില്ല. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സേവിങ്സിന് ചാനലിങ് സേവിങ്സ് ടു ജനറേറ്റ് വെൽത്ത്, നമുക്കുള്ള സേവിങ്ങിന് ഇതെങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാം എന്നുള്ള രൂപത്തിൽ സെറ്റ് ചെയ്യുന്നതിനാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഇത് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് കോമ്പൗണ്ടിങ് ആയതുകൊണ്ട് ഇതിന്റെ ഇൻഫ്ലേഷൻ മൂലം ഇതിന്റെ പ്രത്യേകിച്ച് പ്രയാസങ്ങൾ നമുക്ക് നേരിട്ടുണ്ടാവില്ല. അതായത് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു 3 അല്ലെങ്കിൽ കുറച്ച് ഒരു 3 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തത്, പിന്നെ ഫസ്റ്റ് വർഷം അതിനൊരു നമുക്ക് ഒരു 50,000 ലാഭം കിട്ടി കഴിഞ്ഞാൽ പിറ്റേത്തെ വർഷം 3,50,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പോലെ കാര്യം. അങ്ങനെ ഓരോ വർഷവും ഇത് കോമ്പൗണ്ടിങ് ആയിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെ കുറിച്ച് ഫൈനാൻഷ്യലി കോൺഷ്യസ് ആയിട്ട് കുറച്ച് ക്യാഷ് ഒക്കെ ഉണ്ടാക്കണം, ഇതിനെക്കുറിച്ച് കുറച്ച് അവബോധമുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും ഒരു ബാലൻസ് കീപ്പ് ചെയ്യും. എന്നാലാണെങ്കിലോ റിസ്ക് പേടിക്കുന്ന ആൾക്കാർ എപ്പോഴും സേഫ് ആയിട്ടുള്ള റൂട്ടുകളായിരിക്കും തിരഞ്ഞെടുക്കുക. എന്നാലും റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആൾക്കാർ മാക്സിമം റിട്ടേൺ എവിടെ കിട്ടുന്നോ, ഒരുപക്ഷെ ഒന്നുകൂടി ചാലഞ്ചിങ് ആയിരിക്കും, എന്നാലും മാക്സിമം റിട്ടേൺ എവിടെ കിട്ടുന്നോ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനെ കുറിച്ച് അറിയുക, പഠിക്കുക, നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റിന് 3 ലെവറുകളുണ്ട്. ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രധാന ഘടകങ്ങൾ: 1 ലിക്വിഡിറ്റി, 2 റിസ്ക്, ടെനിയർ. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ റിസ്ക് എടുക്കാൻ തയ്യാറായി ഹൈ റിട്ടേൺ കിട്ടും. ഇതിൽ ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട്, ഇപ്പൊ ഭയങ്കര എമേജിങ് ആയി വരുന്ന കമ്പനികളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോ ഫ്യൂച്ചറിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ചില സംഗതികളൊക്കെ ഉണ്ടാവും, വേറെ എന്തെങ്കിലും പ്യൂർ എനർജികളോ. അപ്പൊ നമ്മുടെ പഠനം അനുസരിച്ച് ഈ എനർജിക്ക് ഭാവി കാര്യങ്ങളിൽ കൂടുതൽ മൂല്യം കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവി കാലത്ത് നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടും. അപ്പൊ എന്താണ് ഹൈ റിസ്ക് ആണ്, എന്നാലും എന്തെയും ഇത് മാറി വരുമ്പോൾ ഹ്യൂജ് റിട്ടേണും വരും നമുക്ക്. അതേസമയം നമ്മൾ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് ഇന്ന കമ്പനി ഇത്ര കാലമായിട്ട് വളരെ കുഴപ്പമില്ലാതെ മൂവ് ചെയ്യുന്നുണ്ട്, വലിയ ലാഭമൊന്നും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നുമില്ല, റിസ്ക് കുറവാണ്, നമുക്ക് റിസ്ക് നേരും റിട്ടേണും കുറവായി കാരണം. അപ്പൊ ഇത് കുറഞ്ഞ റിസ്ക് കൂടുന്നതനുസരിച്ച് റിട്ടേൺ കൂടെ കുറയാം. റിട്ടേൺ കൂടുതലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര നഷ്ടം വരും. അപ്പോൾ റിസ്ക് ആണ് ഇതിന് പ്രധാനം. പിന്നെ ലിക്വിഡിറ്റി പറഞ്ഞാൽ ചില വസ്തുക്കൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിൽ മാറ്റാൻ പ്രയാസമായിക്കാരം. അപ്പൊ സ്വാഭാവികമായിട്ടും റിയൽ എസ്റ്റേറ്റ് സംഗതികൾക്ക് അങ്ങനെ വിഷയങ്ങൾ വരും. നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിൽ ക്യാഷ് ആയി കിട്ടാൻ പ്രയാസമായിക്കാരം. എന്നാൽ ചില ബോണ്ടുകൾ നമുക്ക് വളരെ പെട്ടെന്ന് വിൽക്കാൻ പറ്റും. ലിക്വിഡിറ്റി ഓരോരുത്തർ നോക്കും. അതുപോലെ തന്നെ ടെനിയർ, ഇതൊരു ഡ്യൂറേഷൻ ഓഫ് കമ്മിറ്റ്മെന്റ് പറയും ടെനിയറിനെ കുറിച്ച്. ഇതിനൊരു ടെക്നിക്കലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് മെച്യൂരിറ്റി എന്നുള്ളതും. അപ്പോൾ ഒരുപാട് കാലം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മൂല്യം കൂടുമ്പോൾ, ഒരുപാട് കുറച്ചു കാലം ഉണ്ടെങ്കിലും മൂല്യം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഈ 3 സംഗതികളാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ളതെന്ന് അറിയാം. നെക്സ്റ്റ് ഗ്രോത്ത് എൻജിൻസ്. ഒന്ന് നമ്മൾ ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട്. ഗ്രോത്ത് എൻജിൻ പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രൂപത്തിൽ നമ്മൾ ക്യാഷ് ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒന്ന് നമുക്ക് ഡയറക്റ്റ് ഇക്വിറ്റി ആയിട്ട് സ്റ്റോക്ക് ആയിട്ട് ഇത് വാങ്ങി വെക്കാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോക്കുകൾ വാങ്ങി വെക്കുക, ഓരോ കമ്പനികൾ അവരുടെ സ്റ്റോക്കുകളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ഒരു കമ്പനിയിൽ മാത്രമേ കാരണം ഇതിൽ ഷെയർ ഉണ്ടാവുക, ഒരൊറ്റ കമ്പനിന്റെ ഷെയർ ആയിക്കാരം സ്റ്റോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലിപ്പോ ചിലപ്പോ പ്രൈസ് അപ്രിസിയേഷൻ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് റിട്ടേൺ കിട്ടും. അല്ലെങ്കിൽ ഈ ഓരോ നിശ്ചിത കാലയളവിൽ ആരൊക്കെയാണ് ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഇടയിൽ ഇതിന്റെ ക്യാഷ് വീതിച്ചെടുക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പൊ ഒരു എക്സ് എന്നുള്ള കമ്പനിക്ക് ഇത്ര ഷെയറുകൾ ഉണ്ട്. ആ ഷെയർ ഓരോ വ്യക്തി വാങ്ങുന്ന സമയത്ത് തുടക്കത്തിൽ അത്ര വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ ആ വ്യക്തി ഇത് വാങ്ങുന്ന സമയത്ത് ഇത്ര ക്യാഷ് ഉണ്ടാവുള്ളൂ, ഒരു 10 രൂപ അല്ലെങ്കിൽ ഓരോന്നിനൊരു 10,000 അല്ലെങ്കിൽ 20,000 ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് വില കൂടുന്നുള്ള പ്രതീക്ഷയല്ല നമ്മൾ വാങ്ങുന്നത്. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് വാങ്ങി ഇതിലേറെ ഒരു 15,000 രൂപ ഇങ്ങനെയൊക്കെ ഓരോ ഷെയർ ഹോൾഡർ മാറുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ബാക്കി തന്നെ മിച്ചം വരുന്ന 5,000 നമ്മുടെ ലാഭമാണ്. ഇത് 5,000 10,000 പോലെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. സാധാരണ സ്റ്റോക്കുകൾ ഭയങ്കര റേറ്റിലാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഇത് BSc NSc മോഡലിലാണ് ഇത് ട്രേഡ് ചെയ്യല്. BSc എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മൾ ഇന്ത്യൻ കോൺടെസ്റ്റിൽ പറഞ്ഞാട്ടാ, ഇന്റർനാഷണൽ കോൺടെസ്റ്റിൽ അങ്ങനെയല്ല, നാഷണൽ കോൺടെസ്റ്റിലാണ്. ഒന്ന് നമ്മുടെ ബോംബെ ബേസിലാണ് BSc പറയുന്നത്, മറ്റേ നാഷണലാണ്. ബോംബെ ബേസിൽ ഒന്നും കൂടി പയക്കുണ്ടായതുകൊണ്ടാണ് അതിപ്പോഴും പ്രചാരത്തിലുള്ളത്. ഒരുപാട് കമ്പനികൾ അതുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. പിന്നെ NSc ആണെങ്കിൽ നാഷണൽ വൈഡിലുള്ള ഒന്ന് വൈകി തുടങ്ങിയോണ്ടാണ് അതിലെന്ത് ചെയ്യണത്, കമ്പനിയുടെ കുറവ്. ഹൈ റിസ്ക് ആണെന്ന് ഹൈ വോളാറ്റിലിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, ഇതിലെപ്പോഴും ക്യാഷ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. കാരണം ഒറ്റ കമ്പനിയാണ്, ആ കമ്പനി ഭയങ്കരമായിട്ട് മെച്ചം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ലാഭങ്ങൾ ഉണ്ടാവും.
നേരെ തിരിച്ചുണ്ടാവും. ഇതാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് MF മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു കമ്പനിയിൽ മാത്രമായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക. ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അപ്പൊ ഒരു 4-5 അല്ലെങ്കിൽ എത്രയാണോ കമ്പനികൾ, ആ കമ്പനികളെല്ലാം കൂടി നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം പ്രത്യേകിച്ച് ഒരു കമ്പനിക്ക് അവർ പോവാം. അപ്പൊ ആ കമ്പനിയിൽ പോയതിനു ശേഷം ആ കമ്പനിയിൽ തന്നെ പ്രോഫിറ്റ് എന്ത് ചെയ്യും, നമ്മൾ എത്രയാണ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തത് അവർക്കിടയിൽ നമ്മുടെ ഒരു ആനുപാതിക അനുസരിച്ച് ഡിവൈഡ് ചെയ്യാനുണ്ടാവുക. അപ്പോ പൂൾ ഓഫ് അസറ്റ്സ് ഇതിലുണ്ടാവുക. ഇതിൽ സ്വാഭാവികമായിട്ടും കമ്പനികൾക്ക് മാത്രമാവില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇക്വിറ്റികൾ വാങ്ങിയിടും, അതുപോലെ തന്നെ ഡെപ്റ്റ് കൊടുക്കും, ജനങ്ങൾക്ക് കടം കൊടുക്കും, അതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ട് രണ്ടും കൂടി വരുന്ന ചാൻസുകൾ ഉണ്ടാവും. അപ്പൊ പ്രത്യേകിച്ച് ഒന്നിന് മാത്രമാവില്ല. ഇതിലൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കമ്പനിയിൽ മാത്രമാണെങ്കിൽ ആ കമ്പനി ലാഭം പിടിച്ചപ്പോൾ നല്ല ലാഭം കിട്ടും. ആ കമ്പനിക്ക് എന്തെങ്കിലും പ്രയാസം വന്നിട്ട് നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടം നമ്മൾ ബിയർ ചെയ്യും വേണം. പക്ഷെ മ്യൂച്വൽ ഫണ്ട് എല്ലാവരും പ്രിഫർ ചെയ്യാൻ കാരണം ഇത് ഒരുപാട് സംഗതികളാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ഡൗൺ ആകുമ്പോൾ മറ്റേത് ഹൈ ആയി കഴിഞ്ഞാൽ നമ്മളത് ഒരു ബാലൻസ്ഡായി പോകും. എന്നാലും സാധാരണഗതിയിൽ ഇത് 1-2 ഡൗൺ ആണെങ്കിലും ബാക്കി ഒരു 8 എന്തായിട്ടുണ്ടാവും അപ്പായി പോകുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് പിടിച്ചിരിക്കലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഡൗൺ ആയ സംഗതിയിൽ സ്വാഭാവികമായിട്ടും ഇവർ പിൻവലിച്ചിട്ട് വീണ്ടും അപ്പായ സംഗതിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു ഫീച്ചർ. അപ്പോൾ ഇതിൽ സാധാരണ ഒരു സംഗതിയാണ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത പോലെ ഒരു നിശ്ചിത കാലയളവിൽ ഓരോരുത്തരുടെ സാലറിയിൽ നിന്ന് നിശ്ചിത ഫണ്ട് എന്നും അല്ലെങ്കിൽ ഓരോ മാസവും ഒരു നിശ്ചിത ഫണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതൊരു 5-10 വർഷത്തിന് ഓരോ മെച്യൂരിറ്റി ആയിട്ട് ഇത് അവരൊരു ടെനറായിട്ട് ടാർഗറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ടാർഗറ്റ് വാച്ച് ചെയ്യുമ്പോഴാണ് ഇവർക്ക് ക്യാഷ് തിരിച്ചു കിട്ടുക. അപ്പൊ നമ്മൾ കൊടുത്ത ക്യാഷ് മാത്രമാവില്ല, നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ ഈ ഒരു ലാഭമെല്ലാം കൂടി തീർത്ത് നമുക്ക് തരായിരിക്കും. SIP എന്നൊരു സ്കീം അറിഞ്ഞിരിക്കുക. പിന്നെ സ്റ്റെബിലിറ്റി ആൻഡ് ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ഏതൊക്കെ രൂപത്തിൽ നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ബോണ്ടുകളായിട്ട് ക്യാഷ് നമുക്ക് വാങ്ങാം. ഇത് ഓരോ ബോണ്ടുകൾ നമുക്ക് വാങ്ങി കീപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ആയിക്കാരം. നമ്മൾ ക്യാഷ് കടം കൊടുത്ത പോലെ ആയിക്കാരം. അപ്പൊ നമ്മളൊരു ബിസിനസ് നടത്താൻ ആഗ്രഹമുള്ള ഒരാൾക്ക് ചിലപ്പോൾ ആളെ ക്യാഷ് തികയില്ല. അപ്പൊ നമ്മൾ ക്യാഷ് എന്ത് ചെയ്യും, ആൾക്ക് ബിസിനസ് നടത്താൻ കൊടുക്കും. അപ്പൊ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇതിന്റെ ലാഭം കൂടി കൂട്ടിത്തരും. അതുണ്ടാവുക. ഇതിൽ പ്രത്യേകിച്ച് നമുക്കിപ്പോ ഇത്ര ശതമാനം ലാഭം കിട്ടും, എത്ര എമൗണ്ട് ലാഭം കിട്ടും നമുക്ക് ഇതിൽ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത്ര വർഷം നമുക്ക് ഈ ബോണ്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര ശതമാനം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും എന്ന് പറയും. അപ്പോൾ ആ ഒരു സമയം പോലത്തെ മെച്യൂരിറ്റി ആകുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പിളും അതുപോലെ തന്നെ അതിന്റെ ഇൻട്രസ്റ്റും പ്ലസ് നമുക്ക് റിട്ടേൺ തരും. ഇതിനാണ് ബോണ്ട് എന്ന് പറയാം. പിന്നെ രണ്ടാമതാണ് ബാങ്ക് ഡെപ്പോസിറ്റ്. ബാങ്ക് ഡെപ്പോസിറ്റിൽ ഫിക്സഡ് ഡെപ്പോസിറ്റും ഉണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റും ഉണ്ട്. അതിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് വളരെ ലോ റിസ്ക് ആണ്, ഫിക്സഡ് റിട്ടേൺ ആണ്. അതായത് ഓരോ ശതമാനം ഉണ്ടാവും. പിന്നെ ലോക്ക് ഇൻ പീരീഡ് ആണ്. അതായത് ഇത്ര കാലത്തേക്ക് ഇത്ര ശതമാനം ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ക്യാഷ് തരും. പ്രത്യേകിച്ച് റിസ്ക് ഒന്നും ഉണ്ടാവില്ല. ആ കാലം കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലും അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് തിരിച്ചു തരും. പിന്നെ റിക്കറിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ മന്ത്ലി നമ്മൾ ക്യാഷ് ഇങ്ങനെ അതിൽ വെച്ചുകൊണ്ടേയിരിക്കണം. ആ ക്യാഷ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പ്രോഫിറ്റ് ആയിട്ട് കയറിക്കൊണ്ടേയിരിക്കും. ഇതിൽ റിസ്ക് ഇല്ലാത്തതുകൊണ്ട്, റിസ്ക് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ കൂടുതലായതുകൊണ്ട് നമ്മൾ സാധാരണ ഇതിൽ ബാങ്ക് ഡെപ്പോസിറ്റിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം പ്രത്യേകിച്ച് റിസ്ക് കാര്യങ്ങളില്ല, എന്നാൽ നിശ്ചിത ശതമാനം നമുക്ക് ലാഭം കിട്ടിക്കൊണ്ട്. മറ്റേ ബിസിനസ്സിൽ അങ്ങനെ ആയിരിക്കില്ല. ഓൾറെഡി അവർ പറയുന്നുണ്ടാവുക എത്രയാണ് ലാഭം വരുന്നത്, എത്ര പെർസെന്റേജ് ആണോ ആ പെർസെന്റേജ് ലാഭം ഇതിന്റെ ഇൻവെസ്റ്റേഴ്സിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ ഡിവൈഡ് എന്ന് പറയാം. പിന്നെ അടുത്താണ് PPF, പ്രൊവിഡന്റ് ഫണ്ട് എന്ന് കേട്ടിട്ടുണ്ടാവും. പ്രൊവിഡന്റ് ഫണ്ട് സ്വയം ഗ്യാരണ്ടിയാണ്. അതായത് അത് കൺഫേം ആയിട്ട് നമുക്ക് കിട്ടുന്നൊരു സംഗതി, പ്രത്യേകിച്ച് നഷ്ടം വരാൻ ചാൻസ് ഇല്ലാത്ത സാധനമാണ്. പിന്നെ ടാക്സ് ഫ്രീ റിട്ടേൺ, ടാക്സ് ഉണ്ടാവില്ല. പിന്നെ ഒരു 15 വർഷം ചുരുങ്ങിയത് അത് ലോക്ക്ഡ് ആയിരിക്കും, പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റില്ല. പിന്നെ ഒരു സേഫ്റ്റി ഫണ്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫ് വഴിയാണ് പ്രൊവിഡന്റ് ഫണ്ടിൽ ജോയിൻ ആവുക. പിന്നെ PF കുറിച്ച് ഒന്നും കൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ലോങ് ടേം സെക്യൂരിറ്റി ആൻഡ് കോമോഡിറ്റീസ്. ഒന്ന് റിട്ടയർമെന്റ് പ്ലാനിങ്ങിനാണ് സാധാരണ പ്രൊവിഡന്റ് ഫണ്ട് യൂസ് ചെയ്യല്. ഇതിന്റെ ഒരു കൺവീനിയൻസ് അങ്ങനെയാണ്. അപ്പോൾ പ്രൊവിഡന്റ് ഫണ്ട് സാലറിയുടെ ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ കമ്പൾസറി ആയിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഒരുപാട് ബിസിനസ് കമ്പനികളിലെ കാര്യങ്ങളൊക്കെ സാലറി വാങ്ങുന്ന ആൾക്കാർക്ക് പ്രൊവിഡന്റ് ഫണ്ട് അവരെ സാലറിന്റെ കൂടെ അറ്റാച്ച് ചെയ്യും. അപ്പൊ അവരുടെ സാലറി നിശ്ചിത ശതമാനം ഇവർക്ക് കൊടുക്കൂല, അത് നേരെ പ്രൊവിഡന്റ് ഫണ്ടായിട്ട് പോകും. പിന്നെ നിശ്ചിത കാലയളവ് എത്തുമ്പോൾ അവരുടെ ആവശ്യാനുസരണം അത് പിൻവലിക്കാവുന്ന രൂപത്തിലാണ് ഇതിന് സെറ്റിംഗ് ഉണ്ടാവുക. ഇതിനകത്ത് പറഞ്ഞ പോലെ ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടാണ് അവർക്ക് കൈമാറുക. പിന്നെ NPS ആണ് അടുത്തൊരു സ്കീമാണ്. ഇത് പ്രൊവിഡന്റ് ഫണ്ട് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന സ്കീമാണ്. അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആയിട്ട് ഇവർക്ക് കൊടുക്കുന്നതാണ്.
അപ്പോൾ അത് കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, അവരുടെ സാലറിയുടെ നിശ്ചിത തുക NPS മാറ്റും, നാഷണൽ പെൻഷൻ സ്കീം. അപ്പോൾ ഈ ഒരു കഴിയുന്ന സമയത്ത് ഇവരുടെ ലംബ് സമ്മും ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ള സമ്മും പിന്നെ പെൻഷനും കൂടി റിട്ടയർമെന്റ് സമയത്ത് അവർക്ക് കൈമാറും ഇതുണ്ടാവുക. പിന്നെ നെക്സ്റ്റ് ഗോൾഡ് ആൻഡ് കോമോഡിറ്റീസ്. ഫിസിക്കൽ ഗോൾഡ് ആയിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ ഗോൾഡ് നമുക്ക് വാങ്ങിയിട്ട് അത് കീപ്പ് ചെയ്യാം. പക്ഷെ ഇതിൽ നമുക്ക് പ്രയാസമുള്ളത് ഫിസിക്കൽ ഗോൾഡ് വാങ്ങുമ്പോൾ അത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം നമ്മൾ കാണണം, അതിന്റെ സേഫ്റ്റി, ഇതിന്റെ തെഫ്റ്റ് റിസ്ക്, പിന്നെ ഇപ്പം ബാങ്ക് ലോക്കറിലൊക്കെ അത് അവൈലബിൾ ആണ്, അതിന്റെ റെന്റ് കൂടി നമ്മൾ കാണണം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് വലിയ പ്രയാസങ്ങളില്ല. നമുക്ക് രണ്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. ETF ഗോൾഡ് ബോണ്ടുകളായിട്ട് നമുക്ക് ക്യാഷ് കീപ്പ് ചെയ്യാം. ETF ഇന്റർനാഷണലി നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ഗോൾഡിന്റെ ഓരോ ഷെയർ നമുക്ക് വാങ്ങി വെക്കാം. ഇതില് ഈ രണ്ട് സ്കീമിന് പ്രത്യേകിച്ച് നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ തെഫ്റ്റ് റിസ്കോ നമുക്ക് പേടിക്കാനില്ല. കാരണം അതിന്റെ ഒരു ഓഹരി നമ്മൾ വാങ്ങി വെക്കണമെന്ന് മാത്രം. പിന്നെ ഫിക്സ്ഡ് റിട്ടേൺ നമുക്ക് കിട്ടും ചെയ്യും ആ ഒരു കാലയളവ് കഴിയുമ്പോൾ ഇതിന്റെ വാല്യൂ എത്ര നോക്കിയിട്ട്. ഇതൊന്ന് നാഷണൽ ആണ്, ഇന്റർനാഷണൽ ആണ്. ഗോൾഡ് ബോണ്ടിൽ വരുന്നത് ക്യാഷ് ഗോൾഡ് അവർ വാങ്ങി വെക്കുന്നുണ്ടാവും, പക്ഷെ നമുക്ക് കൈമാറുന്നുണ്ടാവില്ല. അതിന്റെ കീപ്പിംഗ് കൂടി അവർ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കും. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷന്റെ ഒരു കമ്പാരിസൺ ആണ്. സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ചർച്ച ചെയ്തിരുന്നു. അത് ലിക്വിഡിറ്റി ഭയങ്കര ഹൈ ആണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ക്യാഷ് ആക്കി മാറ്റാനുള്ള കപ്പാസിറ്റി, കൺവീനിയൻസ്. സ്വാഭാവികമായിട്ടും നമ്മൾ ആവശ്യാനുസരണം സേവിങ്സ് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലിക്വിഡിറ്റി ഹൈ ആണ്, അതിന്റെ റിസ്ക് വളരെ കുറവാണ്, എന്നാലാണെങ്കിലും റിട്ടേൺ വളരെ കുറവാണ്. പിന്നെ പ്രത്യേകിച്ച് കാലാവധി ഒന്നുമില്ല, നമുക്ക് എത്ര വർഷം എന്ത് ചെയ്യാം, ഏത് സമയം ഈ നിമിഷം ഇട്ടാൽ ഈ നിമിഷം തന്നെ പിൻവലിക്കും ചെയ്യാം. പിന്നെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ട്. ഇതിന്റെ ലിക്വിഡിറ്റി മോഡറേറ്റ് ചെയ്യാറ് എന്ന് വെച്ചാൽ ആ നിശ്ചിത സമയത്ത് തന്നെ നടന്നോളന്നില്ല. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിശ്ചിത സമയത്ത് നടന്നാലും ചിലപ്പോൾ ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ നമുക്ക് തോന്നുന്ന സ്ഥിതി വരില്ല. കാരണം ആ ഒരു ക്യാഷ് ഇട്ടതിന് ശേഷം അതിന്റെ വാല്യൂ കൂടാതെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നഷ്ടത്തിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ മോഡറേറ്റ് ആണ് അതിന്റെ ലിക്വിഡിറ്റി. ലോ റിസ്ക് ആണ്, മീഡിയം റിട്ടേൺ തരും. ഒരു 7 ദിവസം മുതൽ 10 വർഷം വരെ എന്ത് ചെയ്യാം, ഇതിന്റെ കാലാവധി വരും. പിന്നെ ഗോൾഡ് ലിക്വിഡിറ്റി ഭയങ്കര ഹൈ ആണ്, കാരണം ഗോൾഡ് ഏത് സമയത്തും വാല്യുള്ള സംഗതിയാണ് ലിക്വിഡിറ്റി ഹൈ ആയി കൊടുത്തിട്ടുള്ളത്. പിന്നെ റിസ്ക് റിട്ടേൺ മീഡിയം ആണ്, രണ്ടും റിസ്ക്കും റിട്ടേണും മീഡിയം ആണ്. പിന്നെ ഒരു 5 to 15 വർഷം, കാരണം ഗോൾഡിന്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ഗോൾഡ് വളരെ കുറച്ചൊക്കെ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പായി വരെ ഉണ്ടാവും ഗോൾഡിന്റെ ഒരു വാല്യൂ അങ്ങനെ ഉണ്ടാവുക. പിന്നെ നാലാമത്തെ ഓപ്ഷൻ ഇക്വിറ്റി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്. ഇതിന് മാർക്കറ്റിന്റെ ഡിപ്പെൻഡ് അനുസരിച്ച് ലിക്വിഡിറ്റി ഹൈ ആണ്, ചിലപ്പോൾ അതിനനുസരിച്ച് മാറുകയും ചെയ്യും കേട്ടോ. റിസ്ക് കൂടുതലാണ്, റിട്ടേൺ കൂടുതലാണ്. ഒരു 3 to 30 വർഷമൊക്കെ ഓരോ ഫണ്ടും കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയപ്പെടാറുള്ളത്. പിന്നെ പ്രൊവിഡന്റ് ഫണ്ട് ലിക്വിഡിറ്റി വളരെ കുറവാണ്, കാരണം ഇത് നിശ്ചിത കാലത്തേക്ക് അത് കീപ്പ് ചെയ്യലാണ്, പെട്ടെന്നൊന്നും വിഡ്രോ ചെയ്യാൻ പറ്റൂല. പിന്നെ മീഡിയം ആണ് റിസ്ക്, കാരണം പിന്നെ ടാക്സ് ഫ്രീ ആണ്. അതുപോലെ തന്നെ 15 വർഷം പ്ലസ് ആവണം ഇതിന്റെ കീപ്പിംഗ്. പിന്നെ റിയൽ എസ്റ്റേറ്റ്, അതിന് ലിക്വിഡിറ്റി ലോ ആണ്, കാരണം നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ട് മറ്റേതൊക്കെ നമുക്ക് ഓൾറെഡി ഇങ്ങനെ സെയിൽ ചെയ്ത് പർച്ചേസ് ചെയ്ത് പോവാം. പക്ഷെ റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് കസ്റ്റമർ കിട്ടിയിട്ട് അത് ഡിസ്ക്ലോസ് ചെയ്തിട്ട് അവർക്ക് കൈമാറണം, പിന്നെ ക്യാഷ് ഒക്കെ വരണം. ഇതാണ് റിസ്ക്. റിട്ടേൺ മീഡിയം ആണ്, കാരണം അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ 10 വർഷം കീപ്പ് ചെയ്യാം. 10 വർഷം ഒരു മോഡൽ ഇയർ ആയിട്ട് കൊടുത്താണ്, ഐഡിയൽ ആയിട്ട് കൊടുത്താണ്, അങ്ങനെ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. പിന്നെ അടുത്താണ് ഡിജിറ്റൽ വേൾഡിൽ ഡിമാറ്റ് അക്കൗണ്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി ഒക്കെ വാങ്ങാനുള്ള അതിന്റെ ട്രാൻസാക്ഷൻ നടത്താനുള്ള ഒരു അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട്. ഒരുപാട് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇൻവെസ്റ്റർ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സ് നമ്മൾ ഇൻവെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ ഇൻവെസ്റ്റർ ആയിക്കാരം. അതിന് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ബാങ്കോ ബ്രോക്കേഴ്സ് ഒക്കെ ആയിരിക്കും, അവർ ത്രൂ നേരെ ഡെപ്പോസിറ്ററീസിലേക്ക് പോകും. ഇപ്പൊ ഞാനൊരു കമ്പനിയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് ഇൻവെസ്റ്റർ ക്യാഷ് തരായിരിക്കില്ല, അത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ബ്രോക്കേഴ്സ് എന്ത് ചെയ്യും, അത് കളക്ട് ചെയ്യും, എന്നിട്ട് ആവശ്യക്കാരിലേക്ക് കൊടുക്കും. ഇതുണ്ടാവുക. ഡീം അക്കൗണ്ടിന്റെ ഒരു കുറച്ച് സേഫ്റ്റി ബെനിഫിറ്റ്സ് പറയാം. ഒന്ന് സേഫ്റ്റി, അതായത് പ്രത്യേകിച്ച് തെഫ്റ്റോ അല്ലെങ്കിൽ ഫ്രോജറിയോ ഡാമേജോ ഒന്നും പേടിക്കാനില്ല, കാരണം നമ്മൾ കൊടുത്ത ക്യാഷ് ഈ ഒരു ഫിക്സ്ഡ് ഭയങ്കര സേഫ് ആയിട്ട് ഒരാൾക്ക് കൊടുക്കണത്. പിന്നെ അവർക്കാണ് അതിന്റെ ലൈബിലിറ്റി, അവർ ആർക്ക് കൊടുക്കണം അത് അവർ ചെക്ക് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ, വെരിഫൈഡ് ആയ കമ്പനികൾക്ക് അവർ കൈമാറുള്ളൂ. പിന്നെ കൺവീനിയൻസ് ആണ്, നമുക്ക് മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ എന്ത് ചെയ്യാം, ഇത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ എഫിഷ്യൻസ് ആണ്, നമുക്ക് ഏത് സമയത്തും സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഒരു നോമിനിനെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്ന ബെനിഫിറ്റ്സ് അവർക്ക് കൈമാറപ്പെടും. ഡിമാറ്റോട് ഉദ്ദേശിക്കുന്നത് ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട്. അപ്പൊ നമുക്ക് ഇലക്ട്രോണിക്കലി ഷെയർ ഹോൾഡ് ചെയ്യുന്നെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഇപ്പൊ കമ്പൽസറി ആണ്. പിന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ളത്.
നമുക്കൊരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ത്രൂ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് ബാങ്കുകൾക്ക് ഈ സൗകര്യം അവൈലബിൾ ആണ്. അവർ ഇതിന്റെ ഡീപ്പ് ആയിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഡിമാറ്റ് അക്കൗണ്ട് രണ്ട് രൂപത്തിലുണ്ട്, സെൻസെക്സും ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു മറ്റേ രൂപത്തിൽ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. നാഷണലും ഉണ്ട്, അതുപോലെ തന്നെ ബോംബെ ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെയാണ് ഇതിന്റെ ബേസ് വരുന്നത് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സെൻട്രൽ, നാഷണൽ, ഇങ്ങനെ രണ്ടെണ്ണം പറഞ്ഞിട്ട്. പിന്നെ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽ ലിങ്ക് ചെയ്യണം, നമ്മൾ KYC ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം, പിന്നെ ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ നടത്തുന്ന വീഡിയോ കൊടുക്കണം, ESI കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ അക്കൗണ്ട് ഓപ്പണിങ്ങിന്റെ ഫീ, മെയിൻ്റനൻസ്, IMC ഫീ ഉണ്ടാവും, ട്രാൻസാക്ഷൻ ഫീ ഒക്കെ ഇതിൽ ചാർജ് ചെയ്ത് പോവുകയും ചെയ്യും. പിന്നെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തൊക്കെ സ്ട്രാറ്റജികൾ നിലവിലുണ്ട്. ഒന്ന്, പ്രധാനമന്ത്രി ജൻധ്യാൻ യോജന. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അൺബാങ്ക് ചെയ്യാത്ത ആൾക്കാർ, ബാങ്കിങ് തീരെ താല്പര്യമില്ലാത്ത എന്നൊക്കെ മാറിയിരിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഒരു താല്പര്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കൊടുക്കുന്നതാണ്. ഒന്ന്, 0 ബാലൻസ് അക്കൗണ്ട് ആണ്, റൂപ്പാന്റെ ഡെബിറ്റ് കാർഡ് ഉണ്ട്, പിന്നെ ഒരു 2 lakh ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് 10,000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്യാഷ് ഇല്ലെങ്കിലും 10,000 രൂപ വരെ അവർക്ക് വിഡ്രോ ചെയ്തെടുക്കാം. സ്വാഭാവികമായിട്ടും അവർ അട്രാക്ട് ചെയ്യുന്ന ലക്ഷ്യത്തിൽ, അവർ കൂടി ബാങ്കിന്റെ ബാങ്ക് ആവട്ടെ എന്നുള്ള ലക്ഷ്യത്തിൽ തുടങ്ങിയതാണ്. പിന്നെ സുകന്യ സമൃദ്ധി അക്കൗണ്ട്, ഇത് ഒരു ഗേൾ ചൈൽഡിന്റെ പാരന്റിന് എടുക്കാണ്. അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഗേൾ ചൈൽഡ് അവിടെ മെച്യൂരിറ്റി എത്തുമ്പോൾ അവർക്ക് ഇതിനൊരു പ്രോസ്പെക്റ്റ് അവർക്ക് ലഭിക്കണം എന്നുള്ള താല്പര്യത്തിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ്. അപ്പോ ഒരു കുട്ടി ജനിച്ചത് മുതൽ ആ കുട്ടിക്ക് 10 വയസ്സാകുന്നതിന് മുന്നേ ആ കുട്ടിന്റെ പേരിൽ പാരന്റ്സിന് തുടങ്ങാൻ പറ്റിയ അക്കൗണ്ടാണിത്. ഇതിൽ ഭയങ്കര റിട്ടേൺ പറഞ്ഞാൽ 8%, 8% എന്തുണ്ടാവും ഇതിൽ റിട്ടേൺ കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. കാരണം സാധാരണ അക്കൗണ്ടിൽ അത്ര പെർസെന്റേജ് ഒന്നും വരത്തില്ല. അപ്പൊ അത് അവർക്കൊരു ബെനിഫിറ്റ് ആയിട്ട് കൊടുത്താൽ, പിന്നെ അതുപോലെ തന്നെ ടാക്സിന്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ അവർക്ക് വരും. പിന്നെ 21 വർഷം അല്ലെങ്കിൽ തുടങ്ങിയതിന് ശേഷം 21 വർഷം കഴിയുന്നത് വിഡ്രോ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇതിന് കുറച്ച് ക്യാഷ് എടുക്കാം. പിന്നെ നെക്സ്റ്റ്, ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാല്, ഇൻഷുറർ ആരാണോ ക്യാഷ് വാങ്ങുന്നത്, കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഇൻഷുർ ചെയ്യുന്ന കമ്പനി, ഇതുവരെ ഇടയിലൊരു കോൺട്രാക്ട് ആണ്. അപ്പോൾ ഈ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാലോ, ഈ വ്യക്തിയുടെ പൂർണ്ണ ചികിത്സകൾ, അല്ലെങ്കിൽ ആ വ്യക്തി ചെലവ് നോക്കുന്ന ആൾക്കാരെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ ഒരു ഇൻഷുർ ചെയ്യുന്ന കമ്പനി ഏറ്റെടുക്കാന്നുള്ള. ഇതിന് ഒരു ചെറിയ അഡ്വൈസ് ആയിട്ട് പറയുന്നത്, ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും മിക്സ് ചെയ്യരുതെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏർലിയസ്റ്റ് പോസിബിൾ ഏജിൽ ഇൻഷുറൻസ് എടുക്കണം. അതുപോലെ തന്നെ ഒരു ലോങ്സ്റ്റ് പോസിബിൾ ഡ്യൂറേഷന്, ഏറ്റവും മാക്സിമം കാലത്തിന് ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എമൗണ്ട് കിട്ടുള്ളൂ. അപ്പൊ ഇതിൽ ഏജ് ഒരു ഡിറ്റർമിനന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എത്ര ക്യാഷ് ആണ് കൊടുക്കുന്നത്, ഡ്യൂറേഷൻ, എല്ലാം ഇതിന്റെ ഡിറ്റർമിനൻസ് ആണ്. പിന്നെ ഇൻഷുറൻസിന്റെ പോളിസി ടൈപ്പുകൾ. ഒന്ന്, പ്യൂർ പ്രൊട്ടക്ഷൻ. ഇതിൽ പ്യൂർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് റെക്കമെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ കേട്ടാ. ലൈഫ് കവർ ഓഫ് ലോ പ്രീമിയം, അതായത് നമ്മള് ലൈഫ് കവർ ചെയ്യുന്ന രൂപത്തിൽ കുറഞ്ഞ ക്യാഷിന് ലൈഫ് കവറൻസ് കിട്ടുന്നതാണ് പ്യൂർ പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ കൊടുത്ത എമൗണ്ട് തിരിച്ചു കിട്ടൂല, എന്നാലാണെങ്കിൽ നമുക്ക് എന്തൊക്കെ റിസ്ക് വന്നു ആ റിസ്ക് കൂടുതൽ അവർ ടാക്കിൾ ചെയ്യും. ഇതിനാണ് പ്യൂർ പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് പറയാം. പിന്നെ ഇത് പ്യൂർ ഇൻഷുറൻസ് ആണ് കേട്ടാ. ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. എന്നാൽ രണ്ടാമത്തെ സ്കീം ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് പ്രൊട്ടക്ഷൻ, ഇത് ഹൈബ്രിഡ് ആണ്. എൻഡോമെന്റ് ഫണ്ട് രൂപത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇതിൽ കവറൻസ് ചിലപ്പോൾ അത്ര കിട്ടിക്കൊണ്ടെന്ന് വരില്ല, എന്നാൽ ഹൈ പ്രീമിയം കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ നിശ്ചിത ടൈം എത്തി കഴിഞ്ഞാൽ ഈ ക്യാഷ് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റും. കാരണം ഇത് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ആണ്. എന്നാൽ നിശ്ചിത കാലത്തിന് മുന്നേ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ആയി നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതിൽ ഒരു പ്രത്യേകം സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ടും ഇൻഷുറൻസ് കൊടുത്തത് ആ ക്യാഷ് ആ ഒരു സമയത്തുള്ള വാല്യൂ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യും, ഇൻഷുറൻസ് തിരിച്ചു വരും. പിന്നെ ഇതിൽ സ്പെസിഫിക് നീഡ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും. അതായത് നമ്മൾ മെഡിക്കൽ ബില്ല്, ക്രിട്ടിക്കൽ ഇൽനെസ് ഒക്കെ വരുമ്പോൾ അത് കവർ ചെയ്യുന്ന ഇൻഷുറൻസ്. മറ്റേ ലൈഫാണ്, ഇത് മെഡിക്കലാണ്. അപ്പൊ പ്രത്യേകിച്ച് ആ ഒരു കേസിൽ മാത്രം. പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ടാവും. ഇത് സാധാരണ കമ്പനികൾക്ക് ഉള്ളതാണ്. അതായത് പ്രത്യേകിച്ച് ഒരു കമ്പനി ഇൻഷുർഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ സ്റ്റാഫിന് എന്തൊരു ഒരു പ്രയാസം വന്നു കഴിഞ്ഞാലും ആ ഒരു കമ്പനി സ്വാഭാവികം ഇൻഷുർ ചെയ്തുകൊണ്ട് ആ സ്റ്റാഫിന്റെ പ്രയാസങ്ങളും അത്തരം വിഷയങ്ങളിലൊക്കെ കമ്പനി, ഈ ഇൻഷുർ കമ്പനി നേരിട്ട് ഇടപെട്ട് അവർക്ക് ഇൻഷുർ കൊടുക്കും. ഇതിനുള്ള പേയ്മെന്റ് കമ്പനി അടക്കുന്നുണ്ടാവും. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറച്ച് ഗോൾഡൻ റൂൾസ്. ഒന്ന്, ഡിഫൈൻ ദ ഗോൾ. നമ്മുടെ ഗോൾ എന്താണോ നമ്മൾ കൃത്യമായിട്ട് വിശദീകരിക്കുക, സെറ്റ് ചെയ്യുക. സേവിങ്സ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റിങ്, ഇതിൻ്റെയൊക്കെ ഒരു ഡിസ്റ്റിങ്ഷൻ നമ്മൾ നടത്തുക. പിന്നെ റിസ്കുകൾ, കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മുൻധാരണ വരുത്തുക.
നമ്മളൊരു റിസ്ക് ബിയറിങ്ങോ അല്ലെങ്കിൽ റിസ്ക് അവേഴ്സ് പേഴ്സൺ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഡൈവേഴ്സിഫൈ, നമുക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒറ്റ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. പല പല ബിസിനസ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാൽ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാലും മറ്റേത് പ്രോഗ്രസ് ചെയ്ത് പോകുന്നുണ്ടാവും. പിന്നെ സെപ്പറേറ്റ്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സെപ്പറേറ്റും ഇൻഷുറൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടും കീപ്പ് ചെയ്യാം. പിന്നെ ഗോ ഡിജിറ്റൽ, ഡിമാറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ വേറെ എന്തൊക്കെ നമുക്ക് ഓൺലൈനിൽ മോണിറ്റർ ചെയ്യാൻ പറ്റുക, അതൊക്കെ ഇതിന് മാക്സിമം ലെവറേജ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നുള്ള മെയിൻ സംഗതി, അതായത് നമ്മൾ ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കാം. ഫൈനാൻഷ്യൽ ലിറ്ററസി ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഫൈനാൻഷ്യൽ ഫ്രീഡം. ഫൈനാൻഷ്യൽ ഫ്രീഡം എല്ലാ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ലിറ്ററസി വേണം. ഫൈനാൻഷ്യൽ ലിറ്ററസി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫൈനാൻസും അതെങ്ങനെ മാനേജ് ചെയ്യുന്നത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 2 ചാപ്റ്റർ കൊണ്ടൊന്നും ആവില്ല. നമ്മൾ എന്തെങ്കിലും കൂടുതൽ വായിക്കണം, കരഞ്ഞ ട്രെൻഡ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിൽ പ്രാക്ടിക്കൽ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.